തേജോദീപകം ജീവദായകം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള തിരുവചന വാഗ്ദാനം ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പടിപടിയായിട്ട് അനാവരണം ചെയ്ത് ധ്യാന വിഷയമാക്കുകയാണല്ലോ ഈ ഒരു പരമ്പരയിലൂടെ. അതിൻ്റെ 85-ാമത്തെ സെഷനിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദാവീദ് എന്നുള്ള വലിയൊരു ശക്തനായ ഭൂതോച്ചാടകൻ്റെ ജീവിതത്തെ അല്പം വിശദമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള സംരക്ഷണം നമുക്ക് എങ്ങനെ പഴുതടച്ച് സ്വന്തമാക്കാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ ഈ കുറേ സെഷനുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാവീദ് ദുഷ്ടൻ്റെ മേൽ വലിയ വിജയം നേടിയ വ്യക്തിയായിരുന്നിട്ട് പോലും അവസാനം വരുമ്പോൾ അദ്ദേഹം ഒരു വീഴ്ചയിലേക്ക് പോകുന്നത്, സാത്താൻ്റെ ഇടപെടൽ വഴി വീഴ്ച ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ് ശ്രദ്ധിക്കുകയുണ്ടായി. അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ചിന്തിക്കുമ്പോൾ നമുക്ക് ദാവീദിനെ പറ്റി നിരീക്ഷിക്കാൻ സാധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അഭിഷേക നിറവിൽ കരുത്തോടുകൂടി അദ്ദേഹം നീങ്ങിയത് ഏതെല്ലാം മേഖലയെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ അവസാനത്തെ രംഗം നമ്മൾ കണ്ടത് സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും കർത്താവിൻ്റെ വാഗ്ദാന പേടകം വിടുവിച്ചെടുത്ത് ആഘോഷമായിട്ട് കൊണ്ടുവരുന്ന രംഗമാണ്. ദാവീദ് മഹാരാജാവ് ജനത്തിൻ്റെ മുൻപിൽ പട്ടാപ്പകൽ പൊതുവഴിയിൽ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവരികയാണ്. അത് 6-ാമത്തെ അധ്യായം കഴിഞ്ഞു. പിന്നെ നമ്മൾ 7-ാം അധ്യായം 8, 9, 10 ഈ അധ്യായങ്ങളിലൂടെ വളരെ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് പോലെ ദാവീദിൻ്റെ ലൈഫിലെ മുന്നോട്ടുള്ള കുറേ കാര്യങ്ങൾ 8-ാമത്തെ അധ്യായത്തിൽ വലിയ വിജയങ്ങൾ, സംഭവങ്ങൾ ഒക്കെ പറഞ്ഞു വരികയാണ്. അത് കഴിഞ്ഞ് 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇത്രയും വരെയും നമ്മൾ ദാവീദിനെ പറ്റി കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ പതിച്ചെടുത്ത ചിത്രങ്ങൾക്ക് ഒട്ടും നിരക്കാത്ത ഒരു വലിയ ദുരന്തങ്ങളുടെ തന്നെ ഒരു കടന്ന് കയറ്റം നമുക്ക് നിരീക്ഷിക്കാനായിട്ട് ഇടവരികയാണ്. നമുക്ക് ഞടുക്കമുളവാക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്ന ദാവീദ് ഇത്ര ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോകാൻ ഇടവരുന്ന 2 വലിയ പാപങ്ങളിൽ ദാവീദ് ചെന്ന് വീഴുകയാണ്. 1 വ്യഭിചാരം, 2 കൊലപാതകം. 6ഉം 5ഉം പ്രമാണങ്ങൾ ദാവീദ് വളരെ യാതൊരു ശങ്കയില്ലാത്ത രീതിയിൽ ലംഘിച്ച് നീങ്ങുന്നു. അതുവഴിയായിട്ട് ദാവീദിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാം വലിയ ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. നമുക്കറിയാം, പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പിശാച് നേരിട്ട് ഇടപെട്ട് ദാവീദിന് ഈ ഒരു ദുരന്തമുണ്ടായി എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നില്ല എങ്കിൽ പോലും പിശാചിന് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് വഴി തുറന്നു കിട്ടാൻ ഇടവന്ന സംഭവം ഇവിടെയുണ്ട്. നമ്മൾ പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പിശാച് ഇല്ലായെങ്കിലും മനുഷ്യർക്ക് സ്വമേധയാ പാപം ചെയ്യാനായിട്ട് സാധിക്കും. വിശുദ്ധ എഫ്രേം പിതാവ് ഇതേക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിശാചിൻ്റെ ഇടപെടൽ വഴിയായിട്ടാണ് ആദ്യ പാപം ഉണ്ടായത്. പക്ഷെ പിശാച് ഇടപെട്ടതുകൊണ്ട് മാത്രമല്ല പാപം ഉണ്ടായത്. പിശാച് പ്രേരിപ്പിച്ചു, നിർബന്ധിച്ചില്ല. പിശാചിനെ നിർബന്ധിക്കാൻ പറ്റിയല്ല പാപത്തിലേക്ക് പോകാനായിട്ട്, പ്രേരിപ്പിക്കാൻ പറ്റും. അതാണ് ടെംപ്റ്റിങ്, പ്രലോഭിപ്പിക്കുക. ആ പ്രേരണയോട് നോ പറയാനുള്ള ശേഷി ആദ്യ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. വിശുദ്ധ എഫ്രേം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോ പറയാമായിരുന്നു, അവർ നോ പറഞ്ഞില്ല. അപ്പോൾ ഒരു വശത്ത് പിശാചിൻ്റെ പ്രേരണ, മറുവശത്ത് ഇവരുടെ ജാഗ്രതയില്ലായ്മ, അല്ലൊരു വിവേചനമില്ലായ്മ,
തിരിച്ചറിവില്ലായ്മ, അവിടെയാണ് വീഴ്ച പൂർണ്ണമാകുന്നത്. അവിടെയാണ് ആ വീഴ്ച പൂർണ്ണമാകുന്നത്. ഈശോ പിശാചിൻ്റെ പ്രേരണ വീണ്ടും വീണ്ടും വരുന്നിടത്ത് വീണില്ല. എന്തുകൊണ്ട് വീണില്ല? ഈശോ ജാഗ്രതയോടെ നിന്നു. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതാണ്. ഈശോ എപ്പോഴും ചിട്ട വെച്ചു. ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ വചനം അവിടേക്ക് മാത്രമേ എൻ്റെ ഉള്ളിൽ ചേർത്ത് വെക്കുള്ളൂ. അതിന് വിരുദ്ധമായിട്ടുള്ള ഏത് ചിന്ത വരുന്നിടത്ത് അപ്പോഴേ ഈശോ അലേർട്ടായി, ഒരു ജാഗ്രതയുള്ള വ്യക്തിയായിട്ട് മാറി. ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഞാനിത് എടുക്കുകയല്ല. പത്രോസ് നൽകുന്ന നിർദ്ദേശം നമ്മൾ കഴിഞ്ഞ സെഷൻ സൂചിപ്പിച്ചു. കസ്തേപ്പിരിപ്പിൽ വെച്ച് ഈശോ തൻ്റെ കുരിശുമരണത്തെപ്പറ്റി 1-ാം പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പം പത്രോസ് പറഞ്ഞു, ദൈവം കനിയട്ടെ. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കനിവിൻ്റെ വാക്ക് സൂചന ഉപയോഗിച്ച് സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഭാവത്തിലാണ് പത്രോസ് സംസാരിക്കുന്നത്. പക്ഷെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അതിന് വിരുദ്ധമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തടസ്സപ്പെടുത്തുന്നതാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് തടസ്സമിടുകയാണ്. അപ്പോൾ ഈശോ അത് കൃത്യമായിട്ട് വിവേചിക്കുകയാണ്. വിവേചനം, ഒരു ആശയം, ഒരു ചിന്ത, ഒരു സ്വരം ദൈവത്തിൻ്റേതാണോ, ദൈവത്തിൽ നിന്നുള്ളതാണോ, അതെയോ വെറും മനുഷ്യൻ്റേതാണോ, ലോകത്തിൻ്റേതാണോ, പിശാചിൻ്റേതാണോ, ഇനി ദൈവത്തിൻ്റെതല്ല ലോകത്തിൻ്റെത് മാത്രമാണോ, മാനുഷികം മാത്രമാണോ, അതോ ലോകത്തിൻ്റെ ചിന്തയുടെ ഭാവത്തിൽ അല്ലെ മാനുഷ്യ ചിന്തയുടെ ഭാവത്തിൽ സാത്താൻ സംസാരിക്കുന്നതാണോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് വിവേചനത്തിൻ്റെ മേഖല, ഡിസൈൻമെൻറ്റിൻ്റെ മേഖല. ഈ ഡിസൈൻമെൻറ്റ് നമ്മൾ സജീവമായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നല്ല ആ ഒരു കൃപയിൽ നമ്മൾ വളർന്ന് പരിശീലനം എടുത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ദുഷ്ടൻ തൊടുന്ന അപകടം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു കൃപയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആത്മീയ സിദ്ധികളും ഒരു വശത്ത് ദൈവത്തിൻ്റെ ദാനമാണ്, കൃപ സിദ്ധി ദൈവം തരുന്നത് നമുക്ക് കിട്ടുന്നതാണ്. അതേസമയം മറുവശത്ത് ഒപ്പം അത് നമ്മൾ ആഗ്രഹിച്ച് സ്വീകരിക്കേണ്ടതും അറിഞ്ഞ് പരിപോഷിപ്പിച്ച് വളർത്തി എടുക്കേണ്ടതും പരിശീലനം നേടേണ്ടതുമായ കാര്യമാണ്. വിശ്വാസം പോലും അങ്ങനെയാണ്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ ദാനമായിട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഇടുന്നാൽ പോരാ, നമുക്ക് ദൈവം നൽകുന്ന വിശ്വാസത്തിൻ്റെ വിത്തിനെ നമ്മൾ മുളപ്പിച്ച് വളർത്തിയെടുക്കണം. വിശ്വാസം ഒരു തീപ്പൊരി പോലെയാണ്. തീപ്പൊരി ഒന്ന് കിട്ടി അതുകൊണ്ട് മാത്രം നമുക്ക് തീ കത്തിയിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുകയില്ല, തീ ജ്വലിക്കുകയില്ല. ആ തീപ്പൊരിയെ കെടുത്തിക്കളയാതെ ഊതി ഊതി കത്തിയെടുക്കണം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഒരു വശത്ത് നമുക്ക് ദാനമായിട്ട് കിട്ടുന്നതാണ്, മറുവശത്ത് നമ്മുടെ സഹകരണം കൊണ്ട് മാത്രം അതിൻ്റെ ഫലപ്രാപ്തിക്ക് എത്തുന്നതുമാണ്. വിവേചനത്തിൻ്റെ കൃപയും ഇതുപോലെ തന്നെ നമ്മൾ പരിശീലിച്ചെടുക്കേണ്ട വിഷയമാണ്. അവിടെയാണ് ദാവീദിന് അല്ലെങ്കിൽ വീഴുന്ന ഏതൊരു വ്യക്തിക്കും പോരായ്മ വരുന്നത്. ഈ ഒരു മേഖലയിലാണ് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റും. ഇതേപോലെ ചിന്തിക്കുമ്പോൾ വിവേചനം ഇതെങ്ങനെ സാധിക്കും? നമുക്കറിയാം, വിവേചനം പാപവും പുണ്യവും തമ്മിൽ വേർതിരിച്ചെടുക്കേണ്ട വിഷയം വരുമ്പം താരതമ്യേന എളുപ്പമാണ്. പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് പാപം നമുക്ക് ലിസ്റ്റ് അറിയാം, 10 പ്രമാണങ്ങൾ, അതിനകത്ത് കിടക്കുന്ന വിലക്കുകൾ, നിർദ്ദേശങ്ങൾ, അതിനെ ലംഘിച്ചുകൊണ്ട് പോകുന്ന എല്ലാം പാപമാണ്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്. അപ്പം അവിടെ നമുക്കറിയാം ആ പ്രവൃത്തികളിലേക്ക് പോയാൽ അത് പാപമായി, അത് തെറ്റാണ്, അത് വേണ്ട. അപ്പം അവിടെ നമുക്ക് തീരുമാനിക്കാൻ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ പാപത്തിൻ്റെ വഴി വിട്ടിട്ട് പുണ്യത്തിൻ്റെ ദൈവികതയുടെ ആത്മീയതര തലത്തിൽ കയറി വന്നു കഴിയുമ്പം സാത്താൻ്റെ സ്വരം കുറച്ചുകൂടെ സൂക്ഷ്മമാകാൻ തുടങ്ങും. അവിടെ പാപവും പുണ്യവും തമ്മിലല്ല നേരെ നമ്മൾ വിവേചിച്ച് അറിയേണ്ട ആവശ്യം വരുന്നത്, മറിച്ച് പുണ്യവും തമ്മിലാണ്. നമ്മൾ പുണ്യത്തിൻ്റെ കോളത്തിലേക്ക് കടന്നു, ആത്മീയത തലത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇനി നമ്മൾ പാപത്തിൻ്റെ തലത്തേക്ക് പോകുന്നില്ല എന്ന് വിചാരിക്കുക. തീരുമാനിച്ചു, മാനസാന്തരപ്പെട്ട് ധ്യാനമെല്ലാം കൂടി പതിവായിട്ട് കുമ്പസാരിക്കുന്നു, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നു, പുണ്യപ്രവർത്തികൾ ഏർപ്പെടുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിട്ടയായിട്ട് നീങ്ങുന്നിടത്ത് സാത്താന് നേരെ നീ പോയി വ്യഭിചാരം ചെയ്യുക, നീ പോയി കൊലപാതകം ചെയ്യുക, നീ പോയി വിഗ്രഹ പൂജ ചെയ്യുക എന്ന് പറഞ്ഞാലൊന്നും ഈ വ്യക്തി കിട്ടിയല്ല. അവന് സാത്താന് പൈസ രൂപയിൽ അങ്ങനെ പിന്നെ പ്രേരിപ്പിക്കുകയല്ല. പിന്നെ പ്രേരിപ്പിക്കാൻ പോകുന്നത് ഈ കൂടുതൽ ആത്മീയമായിട്ട് വളർന്ന് പോകാനുള്ള പ്രേരണ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതിനെ ഒന്ന് അവഗണിച്ചിട്ട് അത്രയും വളർന്നു പോകാതെ ഇച്ചിരി താഴെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് താഴ്ന്ന കാര്യമായിട്ട് നിന്നാൽ മതി. അങ്ങനത്തെ ഒരു തരത്തിലേക്ക് പ്രേരണ കൊടുക്കുക എന്നുള്ളതാണ്. വേറെ വാക്കുകൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ.
ബട്ട് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബെറ്റർ. ബെറ്റർ ആൻഡ് ഗുഡ്, കൂടുതൽ നല്ലതും നല്ലതും തമ്മിലാണ്. അപ്പോൾ കൂടുതൽ നന്മയിൽ, പാപം അഴുക്ക്, നന്മ, അഴുക്കനെ മാറ്റി നന്മയിലേക്ക് വന്നു നമ്മൾ. ഇനി നന്മ, കൂടുതൽ നന്മ, അത് അടുത്ത മേഖല വരുന്നത്. അപ്പോൾ കൂടുതൽ നന്മയിലേക്ക് വരാനായിട്ട് വരുമ്പം പ്രേരണ പരിശുദ്ധാത്മാവ് തരുമ്പോൾ പൈശാചിക അരുവി പ്രേരണ ഇട്ട് തരും. അത്ര ഒന്നും വേണ്ട, അത്ര ഒന്നും കയറി പോകണ്ട, ഇത്രയൊക്കെ മതി, ഇതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതല്ലേ, ഇങ്ങനെ ചെയ്താൽ മതി, കണ്ടോ. അപ്പം കൂടുതലിലേക്ക് പോകാതെ താഴെ ഇടാൻ നോക്കുന്നു. അപ്പം അങ്ങനെ കൂടുതലിലേക്ക് കയറിയാലോ, പക്ഷേ ഗുഡ് വിട്ടിട്ട് ബെറ്ററിലേക്ക്, മേന്മ കൂടിയ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് കയറി വന്നാലോ, പിന്നെ ആ വ്യക്തിയുടെ മുമ്പിലുള്ളത് ദി ബെസ്റ്റാണ്. ബെറ്റർ, ബെസ്റ്റ്, ദി ബെസ്റ്റ്, ബെസ്റ്റിലേക്ക് പോകണം. അങ്ങനെ നോക്കുമ്പം ആ അവസ്ഥ നിൽക്കുന്ന അത്ര ആത്മീയ വളർന്ന ഒരു വ്യക്തിയെ പിശാച് പിന്നെ പ്രലോഭിപ്പിക്കുന്നത് ബെസ്റ്റിലേക്ക് പോകാതെ ബെറ്ററെ തന്നെ നിർത്തുക, പറ്റുന്നുണ്ടെങ്കിൽ ഗുഡിലേക്ക് കൊണ്ടുവരിക, അതിന് പറ്റിയ പിന്നെ ഈവിളിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഇവിടെയാണ്. അപ്പം ബെറ്ററെ നിൽക്കുന്ന, മെച്ചപ്പെട്ട രീതിയിൽ ആത്മജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സാത്താൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നത് ഏറ്റവും മെച്ചമായതിലേക്ക് പോകാതെ ഇച്ചിരി താത്തി എവിടെയെങ്കിലും ഒന്ന് തടച്ചിടാമോ എന്ന് നോക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 10-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ഖണ്ഡികയിൽ ബേഥനിയായിൽ മർത്തായുടെയും മറിയത്തിൻ്റെ സഹോദരിമാരുടെ പക്കൽ ഈശോ എത്തുമ്പോൾ സഹോദരിമാരുടെ മുമ്പ് 2 സാധ്യതകളാണ്. ഈശോയ്ക്ക് ഭക്ഷണം ഒരുക്കണം, ഈശോ സാന്നിധ്യം അനുഭവിച്ചായിരിക്കണം, ഈശോയുടെ വചനം കേൾക്കണം. 2 കാര്യമാണ്. അവിടെ മറിയം ഒരു കാര്യമൊക്കെ തീരുമാനിച്ച് ഈശോയുടെ പാദങ്ങൾ ഇരുന്നുകൊണ്ട് കേൾക്കണം. ഭക്ഷണം ഉണ്ടാക്കിയാൽ വേണം, പക്ഷെ ഇതും കഴിഞ്ഞിട്ട് മതി. അതാണ് മേരിയുടെ നിലപാട്. പക്ഷെ മർത്തായുടെ ചിന്ത മുഴുവനും ഭക്ഷണം ഉണ്ടാക്കണം, ശുശ്രൂഷ ചെയ്യണം. അത് തമ്മിലൂടെ ക്ലാഷ് വരുന്നത് നമുക്കറിയാം. അതിൻ്റെ ഒരു പരിഹാരം പരാതിയുമായിട്ട് മർത്ത വന്നു കഴിയുമ്പം ഈശോ പറയുന്നിടത്ത് നമ്മൾ കാണുന്നതാണല്ലോ, മർത്ത നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥമായിരിക്കുന്നു, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ദി ബെസ്റ്റ്, ഏറ്റവും നല്ല ഭാഗം മറിയം തിരഞ്ഞെടുത്തു. അതവിടുന്ന് എടുക്കപ്പെടുകയില്ല. ആ ഭാഗം അവൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ് തൊട്ട് പറയുന്നത് നമ്മൾ 9-ാം വാക്യത്തിൽ കാണുകയാണ്. മറിയം കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിലും ഇരുന്നു. അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിച്ചിരിക്കുക എന്നുള്ളതാണോ നമുക്ക് കരണീയമായിട്ടുള്ള നല്ല കാര്യം? അപ്പം വീട്ടിലെ പണികൾ, അടുക്കള പണികളൊക്കെ ചെയ്യണ്ടേ? ഈ ഒരു വചനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പം വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മുടെ സഭയുടെ വേദപാരംഗതയാണല്ലോ. കൊച്ചുത്രേസ്യ തൻ്റെ നവമാലികയുടെ അവസാന താളുകളിൽ ഇതേക്കുറിച്ച് പറയുമ്പം ഇങ്ങനെ എഴുതുന്നുണ്ട്: അടുക്കളയിൽ മർത്ത ചെയ്യുന്നതായിട്ട് ഈശോ നിരീക്ഷിക്കുന്ന ആ ജോലികൾ വേണ്ട, അത് ചീത്തയാണ്, നല്ലതല്ല എന്നല്ല ഈശോ അർത്ഥമാക്കുന്നത്. കാരണം ഈശോയുടെ തന്നെ അമ്മ കന്യകാമറിയം എത്രയോ നാളുകൾ ആ ജോലി ചെയ്തിട്ടാണ് ഈശോ ഇത്രയും വളർന്ന് 32-33 വയസ്സുള്ള വലിയ ആളായിട്ട് വളർന്നത്. അപ്പോൾ ആ ഒരു പണി, ഏതെങ്കിലും പണി അങ്ങനെ മോശമായിട്ടല്ല. ഈശോ തന്നെയും തൻ്റെ രഹസ്യജീവിതകാലത്ത് എത്രയോ പ്രാവശ്യം പിതാവിൻ്റെ കൂടെ പണിയെടുക്കാനൊക്കെ പോയിട്ടുണ്ട്, അച്ഛൻ്റെ പണി ചെയ്തിട്ടുണ്ട്. അതൊന്നും മോശമായ കാര്യമല്ല. മുഴുവൻ നേരവും ദേവാലയത്തിൽ ഇങ്ങനെ 12 വയസ്സിലുള്ള ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പോലെ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല. അപ്പം അത് നല്ലതാണ്. പക്ഷേ ഇപ്പം മറ്റതിനെ അവമതിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. മറിച്ച് കൊച്ചുരസ്യ പറയുകയാണ്, മർത്തായുടെ മനോഭാവമാണ് തെറ്റിപ്പോയത്. പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. അതാണ് അതിൻ്റെ ബാക്കി. എന്താണ്? അതിൻ്റെ തിന്മ വെളിവാകുന്നത് പരാതിയുമായിട്ട് വരുന്നിടത്താണ്. മറിയത്തെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ട് ഈശ്വര പക്കൽ ഈശോയെക്കുറിച്ചും പരാതിയാണ് മർത്തയുടെ വാക്കുകൾ വരുന്നത്. നീ ഗവനിക്കുന്നില്ലെന്ന് ചോദിക്കുകയാണ്. നീ ഗവനിക്കുന്നില്ലേ? ഗവനിക്കേണ്ട ആൾ നീയല്ലേ? നീ ഇവിടെ വന്നു, ഞങ്ങൾ 2 പേര് മാത്രമേ ഇവിടെയുള്ളൂ, നിന്നെ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് ഭക്ഷണം വേണമല്ലോ, അത് ചെയ്യണം. അപ്പം അതിനിടയിൽ എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിട്ട് നിൻ്റെ പാദങ്ങൾ ഇങ്ങനെ വന്ന് ഫുൾ ടൈം ഇരിക്കുന്നത് നീ ഗവനിക്കുന്നില്ല, നീ ഗവനിക്കേണ്ടതല്ലേ? അപ്പം ഈശോയെയും ഒന്ന് കുറ്റപ്പെടുത്തുകയാണ് മർത്ത. മറിയത്തെ നേരെ കുറ്റപ്പെടുത്തുകയാണ്. അതിൻ്റെ അതിർത്തിയാണ്. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയെന്ന് കൊച്ചുരസ്യ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മർത്തായ്ക്ക് വേണമെങ്കിൽ മേരി പാദങ്ങളിരിക്കുന്നത് കാണുമ്പം സന്തോഷമായിട്ട്, മേരി ഇത് മുഴുവൻ കേൾക്കണം കേട്ടോ, എനിക്ക് വേണ്ടി കൂടെ നീ കേൾക്കണം, പിന്നെ എനിക്കെല്ലാം പറഞ്ഞു തരണം, ഞാനിപ്പം വരാം
എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് അടുക്കളയിൽ ചെന്നിട്ട് അത്യാവശ്യം സാധനമൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ അരിയാനുള്ളത് പെറുക്കാനുള്ള ഒരുക്കാനുള്ളതൊക്കെ എടുത്തുകൊണ്ട് പിന്നെ അതുമായിട്ട് വന്ന പാത്രങ്ങളും കത്തികളും ഒരുക്കുന്ന ക്രമീകരണം ഒക്കെ ആയിട്ട് ഈശ്വര അടുത്തേക്ക് വന്ന് ഈശ്വര പാദങ്ങളിലിരുന്ന് ഈ ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശ്വര മഹത്വത്തെ കേട്ടിരുന്നെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു. ഈശോയ്ക്ക് അത് വിഷമാകുമായിരുന്നു? ഒരിക്കലുമില്ല. അങ്ങനെയൊക്കെയുള്ള പോംവഴിയുണ്ട്. അപ്പം നമ്മളിവിടെ ഈ നല്ല ഭാഗമെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടായിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷേ മറ്റേതെങ്കിലും കാര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് അത് ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഭാഗം ദൈവത്തെ സ്വന്തമാക്കലാണ്, ദൈവത്തോട് ചേർന്നായിരിക്കലാണ്. ദാവീദ് തന്നെ അത് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ദൈവം അവൻ്റെ കൂടെയുണ്ട്. നിരന്തരം ദൈവസാന്നിധ്യം അനുഭവിച്ച് സ്തുതിച്ചും പ്രാർത്ഥിച്ചും ദാവീദ് ഇങ്ങനെ നിരന്തരമായിരിക്കും നമ്മൾ ധ്യാനവിഷയമാക്കിയതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ മാക്സിമം പരിശ്രമിക്കും ആത്മീയമായിട്ട് വളരുന്ന വ്യക്തിയുടെ പക്കൽ. അതെങ്ങനെ സാധിക്കുക? അല്പം കൂടെ താഴേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാനുള്ള പ്രേരണ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് വിവേചനത്തിൻ്റെ മേഖല. നന്മയും തിന്മയും തമ്മിലുള്ള വിവേചനമാണ് ആദ്യം വരുന്നത്. പിന്നെ നല്ലതും കൂടുതൽ നല്ലതുമായ ഇടയിലുള്ള വിവേചനത്തിൻ്റെ വിഷയമാണ്. പിന്നെ കൂടുതൽ നല്ലതും ഏറ്റവും നല്ലതുമായുള്ള കാര്യങ്ങളുടെ തീരുമാനത്തിലുള്ള വിവേചനത്തിൻ്റെ വിഷയമാണ്. ഇവിടെ നമുക്ക് വിജയിച്ച് കയറി വരണമെങ്കിൽ നമ്മുടെ ഉള്ളത്തെ എപ്പോഴും നമ്മൾ നല്ല നിർമ്മലതയിൽ അല്ലെങ്കിൽ പരിശുദ്ധിയിൽ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം തെറ്റായിട്ടാണ് പോകുന്നത്, ശരിയായിട്ടാണ് പോകുന്നത് തിരിച്ചറിയാനായിട്ട് നമ്മൾ കാറ് ഒക്കെ ഉപയോഗിക്കുമ്പം ഈ നാളുകളിൽ നമുക്ക് പ്രത്യേകിച്ചും കാറിൻ്റെയൊക്കെ പുറകിൽ സെൻസറുകൾ വെച്ചിരിക്കുന്നത് നമുക്കറിയാം. സെൻസർ ഉള്ള കാറ് ഡ്രൈവർ പുറകിലേക്ക് എടുക്കുമ്പോൾ പുറകിൽ എന്തെങ്കിലും വസ്തുക്കൾ, കമ്പോ കുറ്റിയോ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈവർക്ക് കാറിനകത്ത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് സൗണ്ട് കിട്ടും, ബീപ്പ് ബീപ്പ് ബീപ്പ്. അപ്പോൾ ഡ്രൈവർക്ക് അറിയാം ഒരു 3 അടിയും കൂടെ പുറകിലോട്ട് നീക്കാൻ പാടുള്ളൂ. അതിനപ്പുറം നീങ്ങിക്കഴിഞ്ഞാൽ കാറ് പുറകെ പോയി കല്ലല്ലോ തടിയല്ലോ അല്ലെങ്കിൽ കമ്പല് മുട്ടും. അപ്പോൾ ഡ്രൈവർ സൂക്ഷിച്ച് ബൈക്കിനോട് കിരി എടുക്കണ്ടാവും ചിന്തിക്കും. പക്ഷെ അല്പം കൂടെ ബൈക്കിലേക്ക് എടുത്തിങ്ങനെ വണ്ടി തിരിക്കാനുള്ള ഇടയുള്ളൂ. അല്ല, വണ്ടി തിരിച്ചോണ്ട് പോകത്തില്ലെങ്കിൽ അല്പം കൂടെ സൂക്ഷിച്ച് വീണ്ടും പുറകോട്ടെടുക്കും. ഒരടിയും കൂടെ ചിന്തുമ്പോഴത്തേക്കും ഈ സെൻസറുകൾ അപകട സാധ്യത അടുത്ത് വരുന്ന കാണുമ്പോഴേക്കും ഡ്രൈവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ബീപ്പ് 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 ബീപ്പ്. സ്പീഡ് കൂടുകയാണ്. അത് ഡ്രൈവർ കേട്ട് മനസ്സിലായി 2 അടിയും കൂടെ സ്ഥലമുള്ളൂ, അതിനപ്പുറം പോയാൽ വണ്ടി ഇടിക്കും, തട്ടും, പെയിൻറ്റ് പോകും, ചളങ്ങും, സൂക്ഷിക്കണം. പക്ഷേ വണ്ടി തിരിക്കാൻ മാത്രം മുമ്പ് ഇടയില്ല. അല്പം കൂടെ ഒന്ന് ബൈക്ക് എടുത്തെങ്കിൽ വണ്ടി തിരിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്രൈവർ വീണ്ടും വളരെ സത്യയോട് വണ്ടി വീണ്ടും പുറകിട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരടിയും കൂടെ ഇനിയുള്ളൂ, ഒരടി കുറച്ചേ ഉള്ളെന്ന് വന്നപ്പോഴത്തേക്കും പുറകിലെ സെൻസറുകൾ ബീപ്പ് 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 ഈ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ഒച്ച കേൾപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഡ്രൈവർക്ക് മനസ്സിലായി ഇനി എടുത്താൽ പറ്റുകയില്ല, ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ വണ്ടി തട്ടും, ചളങ്ങും, പെയിൻറ്റ് പോകും, കുഴപ്പമാകും. അപ്പോൾ ഡ്രൈവർ വണ്ടി എടുക്കുകയില്ല. അപ്പോൾ ഇതാണ് ഈ സെൻസർ വഴിയുള്ള സംരക്ഷണം ഡ്രൈവർ എടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് വിവേചനത്തിന് നമ്മളെ സഹായിക്കുന്നത് മനസ്സാക്ഷിയിലുള്ള ദൈവത്തിൻ്റെ സ്വരമാണ്. മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ട് തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ സാത്താൻ്റെ സ്വരം വഴിതെറ്റിക്കാൻ നോക്കുമ്പം നമ്മുടെ മനസ്സാക്ഷിയിൽ ദൈവാത്മാവിൻ്റെ സ്വരം നമുക്ക് സഹായത്തിനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതെപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുക അല്ലെ പറ്റാതെ വരിക, ഇത് ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. മനസ്സാക്ഷി ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു ദൈവിക സംരക്ഷണം നമുക്കെടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ സ്വരം നമ്മൾ ഒന്ന് കൃത്യമായിട്ട് ഈ സെൻസർ, വണ്ടിയുടെ സെൻസർ പ്രവർത്തിക്കുന്ന അവസ്ഥയിലായിരിക്കണം. 2, അങ്ങനെയുള്ള സെൻസറിൻ്റെ മുന്നറിയിപ്പ് സ്വരം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന വ്യക്തിയായിരിക്കും ഡ്രൈവർ. അല്ലാതെ സെൻസറിൻ്റെ സൗണ്ട് ഉണ്ടാകുകൊണ്ട് മാത്രം വണ്ടി തട്ടുന്നത് ഒഴിവാകണമെന്നില്ല. ആ സൗണ്ട് ഉണ്ടാകുന്ന ഡ്രൈവറെ ശ്രദ്ധിക്കാൻ പറ്റണം. അപ്പോൾ അതിന് മറ്റാൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വണ്ടി ബൈക്കിലേക്ക് കിടക്കും, വണ്ടിക്കകത്ത് ഇങ്ങനെ പാട്ടിട്ടിരിക്കുകയാണ്, ഉറക്കെ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പം വണ്ടി പുറകോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബീപ്പ് ബീപ്പ് സ്വരം സെൻസറുകൾ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രൈവറുടെ ചെവിയിൽ പാട്ടിൻ്റെ വലിയ ഓളമാണ്. അപ്പം അങ്ങനെ ഒരു ബീപ്പ് സ്വരം കേൾക്കുകയല്ല. അപ്പോൾ ഡ്രൈവർ പിന്നെ വണ്ടി എടുത്ത് തട്ടുകയും ചെയ്യും. അപ്പോൾ 2 കാര്യം പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ ബീപ്പ് ബീപ്പ് സൗണ്ട് വരത്തക്ക രീതിയിൽ ആ സെൻസറുകൾ ആക്റ്റീവായിട്ട് സൂക്ഷിക്കണം. 2, ആ സെൻസറുകളെ ശ്രദ്ധിക്കാൻ മാത്രം ഡ്രൈവർ ഇവിടെ ജാഗ്രതരായിരിക്കണം.
അപ്പം നമ്മുടെ ഉള്ളിലും ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങത്തക്ക രീതിയിൽ നമ്മുടെ ഉള്ളത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം. റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇതേക്കുറിച്ച് മനോഹരമായി പരിശുദ്ധം പഠിപ്പിക്കുന്നത് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഉണ്ടോ? വിവേചിച്ചറിയാൻ, ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ലത്, പ്രീതിജനകം, പരിപൂർണമായത്. ഇപ്പം ദൈവഹിതം എന്തെന്നും ദൈവത്തിൻ്റെ ഹിതം എന്താണ് ഈ സാഹചര്യത്തിൽ ഇത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മൾ രൂപാന്തരപ്പെടണം. മനസ്സിനെ നവീകരിക്കണം, രൂപാന്തരീകരണം ഉണ്ടാകണം. അതിൻ്റെ ഒരു മാതൃക എന്തായിരിക്കണം? ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തോടുള്ള അനുരൂപ്യം, ലോകത്തിൻ്റെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനോടുള്ള ആദരവ് വെച്ചിട്ട് നമ്മൾ നീങ്ങുന്നൊരവസ്ഥയിലാണ് നീങ്ങുന്നതെങ്കിൽ, നമ്മളായിരിക്കുന്നത് എങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിന് വിരുദ്ധമായ സ്വരങ്ങൾ പൊങ്ങി വരാൻ സാധ്യത കുറവാണ്. പൊങ്ങി വന്നത്തെ നമുക്ക് സ്വീകരിക്കാനും മടുപ്പായിട്ട് വരും. അപ്പം ഈ കാറിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നവർ വരാം. ബൈക്കിൽ വെച്ചിരിക്കുന്ന സെൻസറുകൾ വിചാരിക്കുക അതിൽ കുറച്ച് ചെളി കട്ട പിടിച്ച് അടഞ്ഞിരിക്കുക, അല്ലെ ആരെങ്കിലും അത് എന്തെങ്കിലും സാധനം വെച്ച് ഒട്ടിച്ച് അടച്ച് കളഞ്ഞു, അല്ലെ അത് എവിടെയെങ്കിലും തട്ടിയോ മുട്ടിയോ അത് അശ്രദ്ധമായിട്ട് വണ്ടി കൈകാര്യം ചെയ്യുമ്പോൾ പൊട്ടിപ്പോയി. ഈ അവസ്ഥയിൽ വണ്ടി ബാക്കിലേക്ക് എടുക്കുമ്പം അപകട സാധ്യത എത്ര അടുത്ത് വന്നാലും ഈ സെൻസറുകൾ പ്രവർത്തിക്കുകയല്ല. അപ്പോൾ അകത്ത് ഇരിക്കുന്ന ഡ്രൈവർക്ക് വണ്ടി പോയി തട്ടിക്കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. സ്വരം കേട്ടില്ല, എന്നാ പറ്റി, തട്ടിയോ? നോക്കി കഴിയുമ്പോൾ ഉണ്ട് ചളുങ്ങിയിരിക്കുന്നു, പെയിൻറ്റ് പോയിട്ടിരിക്കുന്നു. അപ്പോൾ സെൻസർ വർക്ക് ചെയ്തില്ല. അത് ഈ ഒരു അപകടമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ മനസ്സ് ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് പാപത്തിൻ്റെ, സ്വാർത്ഥമോഹങ്ങളുടെ, ലോക താല്പര്യങ്ങളുടെയൊക്കെ ചെളി അല്ലെങ്കിൽ കട്ട പിടിച്ചിരുന്ന് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുമ്പോൾ അപകടം വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റുകയില്ല. ഇതാണ് മനസ്സാക്ഷിയുടെ രൂപീകരണം എന്നുള്ള ഒരു വലിയ വിഷയം, പ്രധാനപ്പെട്ട വിഷയം. നമുക്കതേക്കുറിച്ച് അല്പം കൂടെ സമയമെടുത്ത് വരും സെഷനുകൾ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് ദാവീദിന് ഇത്രയും ഭംഗിയായിട്ട് സാത്താനെതിരെ പൊരുതി മുന്നേറി പോയിട്ട് പോലും പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അവൻ്റെ തട്ട് മേടിക്കേണ്ടി വന്നു, തിരിച്ചറിയാൻ പറ്റിയില്ല. നമുക്കതേപ്പറ്റി ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒരു അപകടം നമുക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് മനസ്സാക്ഷി രൂപീകരണം നമുക്കൊരു ദൈവ വ്യക്തതയോടെ നടത്താനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.